ഹായ് ഗൈസ്, അങ്ങനെ തായ്ലൻഡിൽ പോകുന്ന ദിവസം എത്തി. തായ്ലൻഡിൽ പോവുകയാണ്. അപ്പോൾ ഇപ്പം ഫസ്റ്റ് ഞങ്ങൾ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോയി അവർ 9 മണിക്ക് മീറ്റപ്പ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ, ഫോർച്യൂൺ ട്രാവൽസിൻ്റെ കൂടെ. അപ്പം അവരെ മീറ്റ് ചെയ്യണം. 1 o'clock ഫ്ലൈറ്റ് 9th. അപ്പോൾ ഇവിടുന്ന് മലേഷ്യ ടു തായ്ലൻഡ് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പം അങ്ങനെ എവിടെത്തി? എയർപോർട്ടിലെത്തി. ഫോർച്യൂൺ ട്രാവൽസിൻ്റെ ആൾക്കാർ അവർ നമുക്ക് കാർഡൊക്കെ തന്നു. എന്തൊക്കെ തന്നു? ടിക്കറ്റ് തന്നല്ലേ? ടിക്കറ്റ് തന്നു. പിന്നെ ഒരു അറൈവൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം തന്നു. പിന്നെ ചുമ്മാ എന്തോ ഒരു അവരുടെ ടിക്കറ്റും അറൈവൽ കാർഡും, പിന്നെ അവരെ കുറച്ച് 2 ബാഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു. അതെല്ലാം നമ്മൾ പെട്ടിക്കകത്തോട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയ പെട്ടിയും 2 ഹാൻഡ് ബാഗും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എന്തോ ഇത് ശരിക്കും 5 ദിവസത്തേക്ക് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എയർപോർട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ എപ്പോൾ വന്നാലും തിരിച്ചിങ്ങോട്ട് വരുന്നില്ല, കുറെ നാൾ കഴിഞ്ഞല്ലേ വരത്തുള്ളൂ. ആ വിഷമത്തിലാണ് പോകുന്നത് എപ്പോഴും. ഇതാവുമ്പോൾ ട്രിപ്പ് പോകുന്നോട്ട് ഒരു സന്തോഷമായിട്ട് അവർക്ക് സമാധാനമായിട്ട് പോകും. ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. മാനേജർ വരാൻ വേണ്ടിയില്ല, ഫോർച്യൂൺ ട്രാവൽസിൻ്റെ കോർഡിനേറ്റർ വരാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ദാഹിക്കുന്നു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റ് നമ്പർ 3 നടക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് ദാഹിക്കുന്നുണ്ട്. വെള്ളം വാങ്ങിച്ചിട്ട് വരാം. ഒരാൾക്ക് ചിക്കൻ റോൾ കണ്ടപ്പോൾ ചിക്കൻ റോൾ വേണം. അങ്ങനെ കോഫി വാങ്ങിച്ചു. അവരുടെ ചിക്കൻ റോള് വാങ്ങിച്ചു. അതെന്താ പറയുക, ചിക്കൻ റോള് ഒരുപാട് വർഷം മുന്നേ കഴിച്ചതാ. പിന്നെ ഒരുപാട് നാളായി കഴിച്ചിട്ട്. വീട്ടിലെന്തായാലും ചിക്കൻ റോൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ. ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഇരിക്കുന്നത് ബേക്കറിയിലൊക്കെ ആയിരുന്നു പണ്ട്. ഇങ്ങനെ കിട്ടും. അല്ല, ഇപ്പോഴും ബേക്കറി കിട്ടും. അങ്ങനെയല്ല, നമ്മളൊത്തിരി ചെറുതായിരിക്കുമ്പോൾ ബേക്കറിലൊക്കെ ഇപ്പൊ ഫ്ലൈറ്റ് വെച്ചിട്ട് ഫുഡ് ഉണ്ട്. അത് കൂടാണ്ടാണ് അവൾ ഇപ്പൊ കഴിക്കുന്നത്. ഞാൻ കഴിക്കും. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് വയ്യായിരുന്നു. പക്ഷെ തണുത്ത വെള്ളം ചെറുതാണെങ്കിൽ കൈ കൊണ്ട് നടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ ചെറുത് വാങ്ങിച്ചു. തണുപ്പ് വേണ്ടായിരുന്നു ശരിക്കും. എനിക്കും വേണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ത്രോട്ട് പെയിൻ ഉണ്ട്. പക്ഷെ ആഴ്ച കഴിയുമ്പോൾ കുടിക്കാം. അതുകൊണ്ട് ഞാൻ കോഫി വാങ്ങിച്ചു. എങ്ങനെ റെഡി? നല്ലതാ. ഇതിനകത്ത് മല്ലിയില കേട്ടുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മല്ലിയില ഒന്നും ഇടാത്ത എൻ്റെ ഒരു പുതിയ വേർഷൻ. ഇവിടെ ഒരാള് ന്യൂസ് കേട്ടിട്ട് ദൂരെ ന്യൂസാണ്, കണ്ണാടി വെക്കാത്തോണ്ട് കണ്ണും കാണത്തില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക ഇവിടെ എന്തോ എഴുതുന്നേ. മുഖ്യമന്ത്രി ആവുമല്ലോ എന്ന് അറിയണ്ടേ? വിജയ് മുഖ്യമന്ത്രി ആവുമല്ലോ എന്ന് അറിയാം. അതിനുള്ള ടെൻഷനാണ് അവർക്ക്. നിനക്ക് ആവണോ വേണ്ടയോ? ആവണം. ആദ്യമായിട്ടാ ഞാനേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് നോക്കുന്നത്. അത് വിജയ് ആയതുകൊണ്ട് മാത്രം. അതാണ് വിജയുടെ പവർ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് പിന്നെ ഡിലേ ആയി. 1:40 ഫ്ലൈറ്റ് ഡിലേ ആയതിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ലാന്ന്. അങ്ങനെ പലരുടെ ഫ്ലൈറ്റ് വരുന്നു പോകുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് മാത്രം വരുന്നില്ല. പല ബോഡി കോൾ വരുമ്പോഴും ഞങ്ങളിങ്ങനെ 2 പേരും നോക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ ആയിരിക്കുന്നു. അല്ല, 1:40 തന്നെ. 1 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇപ്പോൾ 1:01. അങ്ങനെ ഫൈനലി ബോർഡിങ് സ്റ്റാർട്ടായി. ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അങ്ങനെ മലേഷ്യയിലെത്തി. അതായത് മലേഷ്യൻ എയർപോർട്ട്. ഞങ്ങളിവിടെ 2 കോഫിയൊക്കെ എടുത്ത് ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ്. 2 ബ്രൗൺ ഷുഗർ ഇട്ടിട്ട് ആഡ് ചെയ്യുന്നു. കൊള്ളക്കായിരുന്നു. ബോർഡ് ചെയ്യാൻ വന്നു. G4 ഞങ്ങളുടെ ബോഡി. നീളമില്ലാത്തതിന്റെ രോദനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീളമില്ലാത്തതിന്റെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ പറയാം. 1, ഏറ്റവും വലിയ വിഷമം എവിടെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പ്രപ്പോഷൻ ശരിയാവത്തില്ല. പാന്റിന്റെ ഹൈറ്റ് അല്ലേ? ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് കൊണ്ട് എടുത്തിടുമ്പോൾ ചിലപ്പോൾ പാൻ്റ് കൊണ്ട് ശരിയാവത്തില്ല. അതുപോലെ ടോപ്പ് മറ്റേ ലെങ്ത് ഉള്ള ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു പോർഷനിൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് താഴ്ന്നു പോകും. അതൊക്കെ ഒരു വിഷമല്ലേ? അതെ അതെ. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ വെള്ളം വാങ്ങിച്ച്
എന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തന്നിട്ട് സത്യം വലിയ കുപ്പി വാങ്ങിച്ചത് ഫ്ലൈറ്റ് കയറിയിട്ട് കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ, എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കട, ആ കടയിൽ നിന്ന് വാങ്ങിച്ച കുപ്പി അവർ കയറ്റിയില്ല സെക്യൂരിറ്റി. കൊള്ളാം. പിന്നെ എന്തിനാ കട അവിടെ? പിന്നെ എവിടെ പോയാലും പനിയാവുന്ന പോലെ എൻ്റെ മൂക്കടഞ്ഞു. അതാണ് ഇവിടെ ചുവന്നിരിക്കുന്നത്. ജലദോഷമായി ആസ് യൂഷ്വൽ. ഇപ്പം എനിക്ക് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് പനിയാണ്. 3 വർഷത്തെ പനി എല്ലാം ഇപ്പം ആയിട്ടുണ്ട്. പക്ഷെ ഇയാൾക്കൂടുള്ള വിഷമം ഈ തെണ്ടിക്ക് മാത്രം പനിയില്ല. അതാണ് എൻ്റെ മെയിൻ വിഷമം. അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുവാണ്. നെക്സ്റ്റ് തായ്ലൻഡ് അതാ നമ്മുടെ ടീമിലുള്ള. പിന്നെ ഞങ്ങൾ മൊത്തം ബാഗേജ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ് മൊത്തമായിട്ട് സെറ്റായി, സൗണ്ട് അടച്ചു. പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ആളല്ലോ എന്നുള്ളത് മാത്രമാണ്. ഒരു ബാംഗ്ലൂർ പോയി പനിയായിരുന്നു. പനി അല്ല, ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർ പോയി റൂം എടുത്ത് കിടക്കുമായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ കിടന്നാൽ ആലപ്പുഴയിലും പനിയായി. ആലപ്പുഴയിലും പനിയായി. ഇവിടെയെങ്കിലും ഒരു ആശ്വാസം. സത്യം, ഇവിടെയെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴയിലുള്ള പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയായിരുന്നു. അത് ഫ്ലൂ പിടിച്ച് കിടപ്പായിരുന്നു. അത് അഡ്മിറ്റായി. ഇത് അഡ്മിറ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല, അത് എണീക്കാൻ വയ്യാതെ ഞാനിങ്ങനെ കഞ്ഞി കോരി കൊടുക്കുമായിരുന്നു. ഒറ്റ കിടപ്പാ. മറ്റേ വയ്യാത്ത അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ വാഷ്റൂമിൽ പോകുന്ന പോലെ ഇവിടെ എന്നെ പിടിച്ചോണ്ടായിരുന്നു വാഷ്റൂമിൽ. അതോ എന്ത് ചൂടാ! ചൂടത്ത് ഞാൻ വിയർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സിദ്ധാർത്ഥിയുടെ തടുത്ത് വിറച്ചോണ്ടിരിക്കുക. നല്ല പീക്ക് ചൂടിന്റെ സമയത്ത് ബാഗേജ് കളക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടേത് 11 MH788 ഓണറബിൾ ഷോട്ട് തിരക്കില്ല. ഒട്ടും തിരക്കില്ല. പിന്നെ സിക്സ് ട്രാക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ടൂർ ഗൈഡ് പോകുന്നുണ്ട്. അവര് ചറ പറയാന്ന് പറഞ്ഞ് സൈഡ് മാറി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടൂർ മറ്റേ ട്രാവൽസിൽ വന്ന അത് നമ്മുടെ ബാക്കിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ലോക്കൽ ഗൈഡ് ഭയങ്കര കാണുന്നതേ ഇല്ല. ഇതൊരു സ്ലോപ്പാണ്. അതുകൊണ്ട് അവര് പോകും. അവര് കൊടി പൊക്കി കാണിച്ചു. അതുള്ളത് കാര്യമായല്ലേ. ഈ ബസ്സാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് വണ്ടി. ഇതാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. ബസ്സിൽ ഞങ്ങൾ കയറി. ഇവിടെ ഒരാൾ ഹാറ്റൊക്കെ വെച്ച് സെറ്റാവുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തന്നു. ഞാൻ ഓടിപ്പോയി എൻ്റെ സൺഗ്ലാസ് ഒക്കെ എടുത്തു. ലഞ്ച് കഴിക്കാം. ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്ര മണി വേണ്ടി? ഒരു ബോധവും നല്ല ഉറക്കമായിരുന്നു. ഞാൻ നല്ല ഉറങ്ങി മുഖം കാണിച്ച്. ഇവിടെ നമുക്ക് ഇന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കാം. നാളെയാണ് നമ്മൾ ശരിക്കും ക്രൊക്കഡൈലിൻ്റെ ഒക്കെ 6 ക്രൊക്കഡൈലിനെ കഴിക്കുന്നത് പപ്പ കണ്ട് പപ്പ തലകറങ്ങി വീഴും. ഞാൻ കഴിക്കുന്നു. മഴ പെയ്യുന്ന അമ്മ അന്നേരം പറഞ്ഞു എപ്പോഴാ മഴ പെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ കുട എടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ട് കുട എടുത്തില്ല. റോയൽ ബംഗാൾ ഇവിടുന്ന് മുതലേ പിടിച്ചേർത്തേ. അതാ ടൈഗർ. ടൈഗറുണ്ട് കേട്ടോ. ഓ, ഇത് ബംഗാൾ കടുവയാണ് ആയിരിക്കും. ചിലപ്പോൾ അതായിരിക്കും പേരങ്ങനെ. ഉറങ്ങിപ്പോയിട്ട് ഒരു മാതിരിയായി. മുളകിൻ്റെ മുളകിൻ്റെ അത് എരിയില്ലാത്ത സാധനങ്ങൾക്ക് മുളക് വേണം. റൈസ് എടുക്കാം. രസം വേണ്ട. ശരി. നിങ്ങൾ വിചാരിച്ച് ടൈഗറിൻ്റെ അടുത്തിരുന്ന് കഴിക്കാം. 1 2 പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഈ 2 എണ്ണത്തിനെ കണ്ടത്. പിന്നെയും കഴിച്ചിട്ട് അമ്മ പറഞ്ഞതേ ഉള്ളൂ മഴയാണെന്ന്. അതേപോലെ മഴ പെയ്തു. ഇത് ഹോട്ടൽ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈഗറിൻ്റെ സൂവും കൂടാണ്. രണ്ട് സഫാരിയൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് നമ്മളിത് ഇൻക്ലൂഡഡ് അല്ല. ഇതിനകത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ വന്നത്.
Okay, let me explain you for today plan. After we direct to Pattaya, Tigertopia. check-in. After check-in, 7 o'clock, we come down and meet. We start our night. യാത്രയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫ്ലോട്ടിംഗ് വേറെ ദിവസത്തേക്കാക്കി. അതുകൊണ്ട് നമ്മൾ നൈറ്റ് സ്ട്രീറ്റ് വാക്കിംഗ് സ്ട്രീറ്റ് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ബ്രൈറ്റൺ ഗ്രാൻഡ് ഹോട്ടൽ പട്ടായ. ഇവിടെ നമ്മൾ പാസ്പോർട്ടും ഒക്കെ കാണിക്കണം, കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി നേരം ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 മണിയാകുമ്പോഴത്തേക്ക് ഡിന്നർ ഇവിടെ തന്നെ ഒരു 7-11 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വാക്കിംഗ് സ്ട്രീറ്റും അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. നൈറ്റാണ് ഇവിടെ കൂടുതൽ പരിപാടീസ്. അപ്പം അങ്ങനെ ഇവിടെ നൈറ്റ് ലൈഫും ഡേ ടൈമും ഭയങ്കര വ്യത്യാസം തന്നെ. ഒരേ സ്ഥലമാണെങ്കിലും അവിടുത്തെ നൈറ്റ് ലൈഫ് ഭയങ്കര വ്യത്യാസം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് നോക്കാൻ വേണ്ടി വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്നു. അപ്പോൾ നമ്മൾ 8 മണിക്ക് ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പോകും. നമുക്ക് തിരിച്ചു വരും. ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുക നമ്മൾ, കാരണം നമ്മൾ അത്രയും ടയേർഡായിട്ടുണ്ട് ഇത്രയും യാത്ര ചെയ്തിട്ട്. ഇന്ന് നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇനിയുള്ള ദിവസം നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ റെസ്റ്റ് എടുത്ത് നാളെ ഫ്രഷ് ആയിട്ട് അടിപൊളിയാക്കാം. അതെ, അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ കീ ഒക്കെ കിട്ടി. 15th ഫ്ലോറാണ്. 1509 ലെഫ്റ്റ്. ഇതാണ് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ലോക്കർ. ഫോൺ, ഫുഡ് ഓർഡർ ചെയ്യാം, ചുമ്മാ യൂസ് ചെയ്യാൻ ടേബിൾ, കോഫിയും ഒക്കെ ഉണ്ടാക്കാൻ കെറ്റിലും എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ്, മിനി ഫ്രിഡ്ജ്, വാഷ്റൂം. ഇതാ നമ്മുടെ ബെഡ്. ഇതങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. ഇതാണ് പട്ടായ. ഓ, എന്തൊരു സുഖം. നമ്മൾ കുറേ ഈ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫ്രൂട്ട് ഭയങ്കര മണമുണ്ടെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ. നമ്മുടെ നാട്ടിലെ ചക്കയുടെ കൂട്ട് തന്നെ ഇരിക്കും അങ്ങനത്തെ ഫ്രൂട്ട്. അത് എന്തായാലും അതാന്ന് തോന്നിയത് ഡുരിയൻ മാംഗോസ്റ്റീൻ. ഇത് ശരിക്കും ഇത് റൂമിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതെന്തോ ഒരു മാതിരി സ്മെല്ലാണ്. അതുപോലെ മാംഗോസ്റ്റീനും പറ്റത്തില്ല ഉണ്ടോ. പക്ഷെ മാംഗോസ്റ്റീന് അത്ര സ്മെല്ലൊന്നും ഇല്ല ശരിക്കും. ഈ സാധനത്തിന് നമ്മൾ അന്ന് കാനഡയിൽ വെച്ച് എന്തോ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു മാതിരി ടേസ്റ്റ് മണോ. ഡിന്നർ കഴിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിൽ പോവാം. അതെ, ഞങ്ങളുടെ ഫിറ്റ് ചെക്ക് ഇങ്ങനെയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വേറൊരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ആ സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ പിന്നെ മറ്റേ ഇവിടെ പോകുന്നത്, സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് തന്നെ. അപ്പം നമുക്ക് അവിടെ പോകാനും എളുപ്പമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡാണ്, ഭയങ്കര ഉറക്കം വരുന്നതാണ് മെയിനായിട്ട്. 6-7 മണിയായി റൂമിൽ എല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. 8 മണിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ വരണം എന്ന് അവർ പറഞ്ഞു മീറ്റിംഗ് പോയിന്റിൽ. അരമണിക്കൂർ കിടന്നു, പക്ഷെ ഞാൻ ഉറങ്ങി ഭയങ്കരമായിട്ട്. ശരിക്കും പക്ഷേ അതാ മെയിൻ. ഫ്ലൈറ്റിൽ ഉറങ്ങിയതില്ല. പിന്നെ ഞാനാണെങ്കിലും പനിയും കൂടെ ആയതുകൊണ്ട് മരുന്നൂടെ കഴിച്ചു വെക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം ഭയങ്കരമായിട്ട് വന്നു. എനിക്ക് പക്ഷെ ഉറങ്ങിയേക്കാളും കൂടുതൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനായിരുന്നു പാട്. എനിക്കൊരു കിളിപോയ അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞത്. ഇങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറുക. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് നടക്കാൻ വേണ്ടി പോവുക. തിരിച്ചിവിടെ വരണം. ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ. അവർ പറഞ്ഞിട്ടുണ്ട് 9 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ. അവർ ഒരു കൊടി പിടിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് നമ്മൾ കണ്ടില്ലെങ്കിൽ അവരെ ദൂരെ നിന്ന് കാണാൻ വേണ്ടി. അവർ സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഇത്ര സമയമായിട്ട് എന്ത് തിരക്കല്ലേ. ഓരോരോ പരിപാടി. അത് ഓരോരുത്തർ വന്നിട്ട് സെലക്ട് ചെയ്യാൻ തോന്നുന്നു. എന്തോ ഫുഡ് മസാജോ അല്ല, ആ പെൺപിള്ളേർ ഡാൻസ് കളിക്കുന്നു. ഫ്രീ ആയിട്ടല്ലായിരുന്നു വരേണ്ടത്. സിദ്ധാർത്ഥ കൺഫ്യൂഷൻ എങ്ങോട്ട് നോക്കണം. അതെ, എങ്ങോട്ട് നോക്കണമെന്നല്ല. അവിടെ കുറേ ക്ലബുകളുണ്ട്. അത് അങ്ങനെ ഉള്ളതാണോ?
3D പോലെയാ. ഇതെന്താ? മറ്റേ നമ്മൾ ബോൾ അതിൽ കൊള്ളിക്കണം. കൊള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ വീഴും. അവര് വെള്ളത്തിൽ വീഴോ? ആ. അപ്പോൾ ഇവിടെ ഇത് ലീഗലാ ഏത്? കഞ്ചാവ്. അതാ ഗഞ്ച. അത് പറയാൻ കാരണം കാനഡയിലും ലീഗലാ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഫിഷ് കാണുമ്പോൾ പറയുന്നൊരു ഇളക്കമുള്ള. അല്ല, അത് ഭയങ്കര വലുത്, അതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ബെവർലി ഹോട്ടൽ പട്ടായ. എന്ത് ഇവിടെ നമുക്ക് ഇരിക്കായിരുന്നു. പാൻ ഷോട്ട്സ്. ഒരു പറ ചോറ് കഴിച്ചിട്ട് പായസം. അല്ല, അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ നടക്കാൻ വന്നേക്കാണ്. വയറ് നിറച്ചു. ബീച്ചെത്തി. പട്ടായ ബീച്ച്. എല്ലായിടത്തും മസാജ് സെന്ററുകളാണ്. അപ്പുറം നോക്ക്, എല്ലാ ഫ്രണ്ടിലോട്ടും എല്ലാം ശരിയാ, സത്യം, എല്ലാം മസാജ് സെന്ററുകളാണ്. ഫുഡ് കഴിച്ചിടത്തുനിന്ന് പട്ടായ കാണാമെന്നും പറഞ്ഞിട്ട് 1 മണിക്കൂർ അവിടെ നിന്ന് 1 മണിക്കൂർ എന്നോട് പറഞ്ഞേ. 1 മണിക്കൂർ കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എത്ര 1.5 മണിക്കൂർ 1.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എത്ര മിനിറ്റ് ആയി? 50 മിനിറ്റ് ആയല്ലോ, ഈ 50 മിനിറ്റ് ഇനി ഉണ്ടോ എന്ന് ചോദിക്കും. 40 മിനിറ്റ്. ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നിട്ട് ബീച്ചിലവിടെ ഇരുന്നു. ഇതുണ്ടോ അവിടെ ദൂരെ കണ്ടോ പട്ടായ എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ വന്നേക്കാം. അയ്യോ പാവ, അത് പാട്ട് പാടുക. ഗ്രീനായി. ഇതാ ഞാൻ പറഞ്ഞു, ഇതാ നമ്മുടെ കൊണ്ടുപോകാൻ പാടില്ല. അത് ക്രൊക്കഡൈലല്ലേ? ക്രൊക്കഡൈല്. ക്രൊക്കഡൈൽ ഭയങ്കര റഷ്. ഇവിടെ അവര് പോകണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. ഇവിടെ അവര് പോകണ്ടെന്ന് പറഞ്ഞു. മഗ്ഡിയുടെ മണ്ടയ്ക്ക് പിന്നെയും മസാജ്. വേറെ ഏതോ മസാജ്. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട സീ ഫുഡ്, മസാജ്. ഈ പരിപാടി ഇഷ്ടപ്പെട്ട് ലൈറ്റ് വെച്ചേക്കുന്നത്. ഇവിടെ വണ്ടികൾക്ക് പോകുമ്പോൾ ഗ്രീൻ ആകുമ്പോൾ ഇത് പെഡസ്ട്രിയൻസിന് നടക്കുമ്പോൾ അവിടെ ഗ്രീൻ ആവും. ഇതാരിത്? ഹാറ്റ് കൊക്കോ. ആ വലിയ 3 നിങ്ങൾ കണ്ട വലിയ 3 പെട്ടി ഞങ്ങൾ കൊണ്ടുവന്ന്. എന്നിട്ട് ഇവള് വീട്ടിൽ ഇടാൻ ഡ്രസ്സ് കൊണ്ടുവന്നില്ല. ഒന്നുമില്ല, വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ മറന്നുപോയി വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്ത് വെച്ചു. പിന്നെ മുടി കെട്ടാനുള്ള ബണ്ണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബിൽഡിങ്ങിലെത്തി. 8 മണിക്ക് ഇറങ്ങണ്ടാണ്. അപ്പൊ നേരത്തെ ഉറങ്ങണം. അതോ വീട്.